ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡെഡ്ലോക്ക് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഡെഡ്ലോക്ക് എന്താണെന്നും അതിൻ്റെ നെസസറി കണ്ടീഷൻസും ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വെച്ചിട്ട് ഒരു സിസ്റ്റത്തിൽ ഡെഡ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെയാണ് ഡെഡ്ലോക്ക് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം മെയിൻലി 4 മെത്തേഡ്സ് ആണ് ഡെഡ്ലോക്കിനെ ഹാൻഡിൽ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഡെഡ്ലോക്ക് ഇഗ്നോറൻസ്, സെക്കൻഡ് ഡെഡ്ലോക്ക് പ്രിവെൻഷൻ, തേർഡ് ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആൻഡ് ഫോർത്ത് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി. ഡെഡ്ലോക്ക് ഇഗ്നോറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പേര് ഡിനോട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അവിടെ ജസ്റ്റ് ഡെഡ്ലോക്കിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡെഡ്ലോക്കിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഒരു ഫങ്ഷൻസോ കോഡോ ഒന്നും തന്നെ നമ്മൾ ശരിക്കും ഡെഡ്ലോക്ക് ഇഗ്നോറൻസിൽ ചെയ്യുന്നില്ല. ഓക്കെ, ഡെഡ്ലോക്ക് ഇഗ്നോറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡെഡ്ലോക്ക് ഒരിക്കലും നടക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് അതിനെ ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡെഡ്ലോക്ക് പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡെഡ്ലോക്ക് പ്രിവെൻഷൻ ആണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആണെന്നുണ്ടെങ്കിലും ഈ 2 അപ്രോച്ച് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഒരിക്കലും ഡെഡ്ലോക്ക് ഉണ്ടാകാതിരിക്കാനുള്ള കുറച്ച് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ്സ് ആണ് ഈ ഡെഡ്ലോക്ക് പ്രിവെൻഷനിലാണെങ്കിലും ഡെഡ്ലോക്ക് അവോയ്ഡൻസിലാണെന്നുണ്ടെങ്കിലും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡെഡ്ലോക്ക് പ്രിവെൻഷൻ ആണെങ്കിലും ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആണെങ്കിലും ഡെഡ്ലോക്ക് ഉണ്ടാകാതെ നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ ഇവർക്കിടയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആദ്യം ഡെഡ്ലോക്ക് പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഡെഡ്ലോക്ക് ഉണ്ടാകാതെ പ്രിവെന്റ് ചെയ്യാണ്. അതെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഡെഡ്ലോക്ക് ഉണ്ടാവാനുള്ള 4 നെസസറി കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രീഎംഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ്. ഓക്കെ, അപ്പം ഈ 4 നെസസറി കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്തായാലും നമുക്കറിയാം ഡെഡ്ലോക്ക് ഉണ്ടാവില്ല എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡെഡ്ലോക്ക് പ്രിവെൻഷൻ അപ്രോച്ചിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ 4 നെസസറി കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കാനുള്ള പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ മെത്തേഡ്സിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഡെഡ്ലോക്ക് പ്രിവെൻഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡെഡ്ലോക്ക് അവോയ്ഡൻസ്. ഓക്കെ, ഈ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഡെഡ്ലോക്ക് ഉണ്ടാവാതിരിക്കാനുള്ള കുറച്ച് മെത്തേഡ്സിനെയും കാര്യങ്ങളെയും തന്നെയാണ് നമ്മൾ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് വെച്ചിട്ടും പറയുന്നത്. ഇവിടെ നമുക്ക് പക്ഷേ നമ്മളുടെ ഡെഡ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അപ്രോച്ചസിലൊക്കെ കുറച്ച് പ്രയർ ഇൻഫോർമേഷൻസും കൂടി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോസസ്സ് അതിന്റെ എക്സിക്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിന് ടോട്ടൽ എത്ര റിസോഴ്സസ്, അതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ എക്സിക്യൂഷൻ എൻഡ് ആകുന്നതിന് ഇടയ്ക്ക് അതിന് മൊത്തത്തിൽ എത്ര റിസോഴ്സസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയേണ്ടി വരും. അതിന്റെ ബേസിസിൽ ഓരോ പ്രോസസ്സും ഓരോ റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെക്കിംഗ് നടത്തും. ഈ ഒരു റിക്വസ്റ്റ് നമ്മൾ പെർമിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം സേഫ് സ്റ്റേറ്റിലേക്കായിരിക്കുമോ പോകുന്നത്, അൺസേഫ് സ്റ്റേറ്റിലേക്കായിരിക്കുമോ പോകുന്നത് എന്നുള്ളത്. അത് സേഫ് സ്റ്റേറ്റ് എന്താ, അൺസേഫ് സ്റ്റേറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഡെഡ്ലോക്ക് അവോയ്ഡൻസിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ആ സിസ്റ്റം അൺസേഫ് സ്റ്റേറ്റിലേക്ക് പോകും എന്നുണ്ടെങ്കിൽ അവിടെ ഡെഡ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലും മെഷർമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ പ്രോട്ടോകോൾസ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ട് ഡെഡ്ലോക്കിനെ അവോയ്ഡ് ചെയ്യും. അതാണ് ഡെഡ്ലോക്ക് അവോയ്ഡൻസിൽ വരുന്നത്. ക്ലിയർ? ഇനി നമ്മളിപ്പോൾ ഡെഡ്ലോക്ക് പ്രിവെൻഷനും ഡെഡ്ലോക്ക് അവോയ്ഡൻസും ഒന്നും തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഡെഡ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പീരിയോഡിക്കലി നമ്മളുടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യും, ഡെഡ്ലോക്ക് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ഡെഡ്ലോക്കിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെഡ്ലോക്കിനെ റിക്കവർ ചെയ്യാൻ നമ്മൾ മെത്തേഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മളുടെ ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറിയിൽ. ആദ്യം നമ്മൾ ഡെഡ്ലോക്കിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കോഡ്സ് വെച്ചിട്ട് ഡെഡ്ലോക്കിനെ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ്, അതാണ് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറിയിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡെഡ്ലോക്ക് ഇഗ്നോറൻസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഡെഡ്ലോക്ക് പ്രിവെൻഷൻ ആൻഡ് ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ഡെഡ്ലോക്ക് ഇഗ്നോറൻസ് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ ശരിക്കും ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡെഡ്ലോക്ക് എന്ന് പറയുന്ന സംഭവം നടക്കുന്നില്ല എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പം അതിനിപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സെപ്പറേറ്റ് കോഡോ ഒന്നും തന്നെ എഴുതണ്ട. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിൽ ഡെഡ്ലോക്ക് ഇഗ്നോറൻസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട.
ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് മെത്തേഡായിട്ട് നമുക്ക് ഡെഡ്ലോക്ക് ഇഗ്നറൻസിനെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇത് മോസ്റ്റ് പോപ്പുലർ ആണ്. നമ്മളുടെ ഇപ്പോൾ വിൻഡോസിലാണെങ്കിലും യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണെങ്കിലും എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് ഈ ഡെഡ്ലോക്ക് ഇഗ്നറൻസ് അപ്രോച്ച് ആണ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഡെഡ്ലോക്ക് നമ്മളിപ്പോൾ വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ടൊക്കെയാണ് പഠിച്ചത്. കാരണം ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞ സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം ഹാങ് ആയിട്ടിരിക്കും, പിന്നെ ആർക്കും ഒരു പ്രോസസ്സിനും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഡെഡ്ലോക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ടും അതിനെ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നത് എന്താണ്? അത് തന്നെയാണ് നമ്മളുടെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് വിൻഡോസ് ആണെങ്കിലും യൂണിക്സ് ആണെങ്കിലും എല്ലാം ആ അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടാണ്, വളരെ ഇൻഫ്രീക്വന്റ് ആയിട്ടാണ്, വൺസ് ഇൻ എ ഇയർ ഒക്കെ ആയിരിക്കും ഡെഡ്ലോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നത്. അപ്പൊ വളരെ റെയർ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഈ ഡെഡ്ലോക്കിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക് അല്ല. അത് ശരിക്കും നല്ലൊരു കോംപ്ലക്സ് ആണ്. നമ്മളപ്പം ഇപ്പൊ പ്രിവെന്റീവ് മെഷർ ആണെങ്കിലും ഡിറ്റക്ഷൻ ആണെങ്കിലും അവോയ്ഡൻസിലാണെങ്കിലും എല്ലാം നമുക്ക് ഒരു ഹ്യൂജ് കോഡ് തന്നെ ഈ ഡെഡ്ലോക്ക് ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് തന്നെ അറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മുടെ സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ ഡെഡ്ലോക്ക് ഹാൻഡ്ലിങ്ങിന്റെ ഒരു കോഡും കൂടി കൊടുക്കുമ്പോഴത്തേക്കും അത് മൊത്തത്തിലുള്ള പെർഫോമൻസിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ടിട്ടാണ് ഈ എൻഡ് യൂസർ സിസ്റ്റത്തിനകത്തൊക്കെ ഈ ഡെഡ്ലോക്ക് ഇഗ്നറൻസ് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഈ ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ ഡെഡ്ലോക്ക് ഇഗ്നറൻസ് അപ്രോച്ച് ആണ് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് അവിടെ ഡെഡ്ലോക്ക് ആണ് ഒക്കർ ചെയ്തത് എന്നുള്ളത് കാര്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണെങ്കിലും ആർക്കും അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം ചക്കായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മാനുവലി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്ക് അവിടെ ആ ഇഷ്യൂ സോൾവ് ആകും. നമ്മളുടെ പേഴ്സണൽ സിസ്റ്റത്തിനകത്തൊക്കെ നമുക്ക് അങ്ങനെ വലിയ ക്രിട്ടിക്കൽ ജോബ്സും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. സോ നമ്മളുടെ സിസ്റ്റത്തിനകത്തൊക്കെ എൻഡ് യൂസർ സിസ്റ്റത്തിനകത്തൊക്കെ ഡെഡ്ലോക്ക് ഇഗ്നറൻസ് അപ്രോച്ച് എന്ന് പറയുന്നത് കുഴപ്പമില്ല. അതേസമയം നമുക്കിപ്പോ കുറച്ച് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻറ്റ് ജോബ് ചെയ്യുന്ന ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ കേസ് എടുത്താണെങ്കിൽ ഹോസ്പിറ്റലിൽ നമുക്കറിയാം അവിടെ കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സിസ്റ്റം കാണും, അതിൻ്റെതായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ കാണും. അവിടെ നമ്മളിപ്പോ ഒരു ഡെഡ്ലോക്ക് ഇഗ്നറൻസ് അപ്രോച്ച് ആണ് അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഡെഡ്ലോക്ക് റെയർ ആയിട്ടാണ് ഒക്കർ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യുമ്പോൾ അവിടെ അതിനെ പ്രിവെന്റീവ് മെഷേഴ്സ് ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഡ്ലോക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അത് ശരിക്കും ഭയങ്കര റിസ്ക്. കാരണം ഹോസ്പിറ്റൽസിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ഈ ഡെഡ്ലോക്ക് ഇഗ്നറൻസ് അപ്രോച്ച് എടുക്കുന്നതെന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. അവിടെ നമ്മൾ അതിന് മുന്നേ തന്നെ ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യാതിരിക്കാനുള്ള ഡെഡ്ലോക്ക് പ്രിവെന്റീവ് മെഷേഴ്സ് തന്നെ എടുക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യേണ്ടടുത്തൊക്കെ ഡെഡ്ലോക്ക് ഇഗ്നറൻസ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമല്ല. ഇനി ഈ ഡെഡ്ലോക്ക് ഇഗ്നോറൻസിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ഓസ്ട്രിച്ച് അപ്രോച്ച്. ഇനിയുള്ള വീഡിയോയിൽ ഡെഡ്ലോക്ക് പ്രിവെൻഷൻ ഏതൊക്കെ മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ എന്ത് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോകളിൽ ഡെഡ്ലോക്ക് അവോയ്ഡൻസിന് വേണ്ടിയിട്ട് കുറച്ച് അൽഗരിതംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ അൽഗരിതം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ.